ഹാസ്യ സാമ്രാട്ടായിരുന്ന ജഗദീഷ് ശ്രീകുമാറിൻ്റെ വാഹനാപകടം, ഭീമാപ്പള്ളിയിലുണ്ടായ അവിടുത്തെ ഒരു കമ്മ്യൂണൽ റൈറ്റ്, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മരണങ്ങൾ, അത്തരത്തിൽ കോർത്തിണക്കാൻ, ഭദ്രാനന്ദയുമായി കോർത്തിണക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ, അവിടെ നിന്നാണ് ആവശ്യമില്ലാത്ത കഴിവതും മറുപടികൾ ഒഴിവാക്കാൻ താങ്കളുടെ ഒരു ഡയറക്റ്റ് പങ്ക് അതിലുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോ എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഞാൻ ഈ ഇത്രയും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഉത്തരവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ May 17 ഈ ദിവസം എഴുതി വെച്ചോളാം ഞാൻ പറഞ്ഞു. അത് ശരി തന്നെയാണ്. അത് ഈ സുധാകരനെ തല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മന്ത്രിയെ തല്ലു എന്ന് പറഞ്ഞാൽ സർക്കാർ വെറുതെ ഇരിക്കും. ഞാൻ പറഞ്ഞു, ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകൾ അടിവസ്ത്രം ധരിക്കാത്ത പൂജാരിമാരിങ്ങനെ മണി ആട്ടിയാട്ടി പൂജ ചെയ്യുന്ന കാണാനാണ് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകാമെന്നൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുമ്പോൾ കേരളത്തെ നിയന്ത്രിക്കുന്ന ഒരു നെക്സസ് ആയിട്ട് ഭദ്രാനന്ദ വളർന്നുവെന്ന് ദേശീയ ആർട്ടിക്കിളുകളൊക്കെ കണ്ടിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ട്? തീവ്രവാദ ശക്തികളുടെ കരങ്ങളിൽ അമർന്നു പോകാതിരിക്കാൻ, ഭാരതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ മരട് അനീഷ്, തമ്മനം ഫൈസൽ, തമ്മനം ഷാജി, അങ്ങനെ കുറേ പേരുകൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ കർണാടക UP ഒരു ബെൽറ്റ്? അവിടെ എന്താണ് ആത്മീയത പ്ലസ് പൊളിറ്റിക്കൽ പെൻട്രേഷൻ ആണോ, ബിസിനസിന്റെ ബ്ലെൻഡ് ആണോ? ഹിന്ദുക്കളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. താലിബാനും ഇവിടെ ഇതൊരു അഫ്ഗാനിസ്ഥാൻ ആവണം, അല്ലെങ്കിൽ ഇത് നാളെ ഒരു പാകിസ്ഥാൻ ആവണം. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമങ്ങളിലും അതേപോലെ പത്രങ്ങളിലും മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞിരുന്ന ഒരു പേരാണ് ഭദ്രാനന്ദ, സ്വാമി ഭദ്രാനന്ദ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മലയാളികൾക്ക് അറിയണമെന്നില്ല. തോക്ക് സ്വാമി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു വ്യക്തി. കുറേ നാൾക്ക് ശേഷം, അതായത് കേരളത്തിൽ നിന്ന് വിട്ടുപോയി കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു എൻട്രി നടത്തിയിരിക്കുകയാണ് സ്വാമി ഭദ്രാനന്ദ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് സ്വാമി ഭദ്രാനന്ദയാണ്. നമസ്കാരം ശ്രീ ഭദ്രാനന്ദ. എവിടെ ആയിരുന്നു കുറച്ചു കാലം? ഭൂമിയിൽ തന്നെ അല്ലാതെ. കഴിഞ്ഞ ഒരു കുറേ കാലം, അവസാനമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിലമ്പൂർ ഇലക്ഷന് ശേഷം കേരളത്തിലേക്ക് വന്നിട്ടില്ല. വന്നു, 3-4 പ്രാവശ്യമൊക്കെ വന്നിരുന്നു. അങ്ങനെ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ കാഴ്ചവെച്ചില്ല. ഒന്ന് വന്നു, നാട്ടിലെ ഈ മഹാബലി വരുന്ന പോലെ ഒന്ന് കണ്ടു, ജനങ്ങളെയൊക്കെ കണ്ടങ്ങ് തിരിച്ചു പോയി. എല്ലാ വരവും എല്ലാവരെയും അറിയിക്കണമെന്നില്ലല്ലോ. എപ്പോഴും കാറ്റിന് പല സ്വഭാവങ്ങളുണ്ട്. ചിലപ്പോൾ കാറ്റ് നിശബ്ദമായി വരും, ചിലപ്പോൾ അത് കൊടുങ്കാറ്റിൻ്റെ സ്വഭാവം ഉണ്ടാവും, ചിലപ്പോൾ അത് ചെറിയൊരു കാറ്റായിട്ട് തോന്നും. പക്ഷെ കാറ്റില്ലാണ്ടില്ല. അതുപോലെ നമ്മളുണ്ട് ഇവിടേക്ക്. ഇപ്പോൾ സമകാലികമായി കേരളത്തിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ പറ്റി ഭദ്രാനന്ദ ഫ്രണ്ടിലിരിക്കുമ്പോൾ ചോദിക്കാതെ പോകാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശങ്ങൾ ശ്രദ്ധേയപ്പെട്ടുവല്ലോ. കേരളത്തിൽ ഒരു ഭയങ്കരമായി ഒരു മതത്തെ, ഇസ്ലാം മതത്തെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഇത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആർക്കും തൊടാൻ പറ്റാത്ത ആ സാമുദായിക നേതാവിനെ അസ്തമയമായി കാണാൻ കഴിയുമോ? വെള്ളാപ്പള്ളിയുടെ കാര്യം എന്ന് പറയുന്നത്, വെള്ളാപ്പള്ളിയെ പോലെ ഇത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ശ്രീനാരായണീയരുടെ ജീവിതം പോലും വഴിമുട്ടിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമുദായ നേതാവ് ചരിത്രത്തിലുണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലനിൽപ്പാണ് ആവശ്യം. അപ്പോൾ ഇത് മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ട്, നല്ല തീവ്രവാദികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദിയാക്കി കാണിച്ചിതാക്കുന്നത് അയാൾക്കിപ്പോൾ ഈ BJPയിലെ കുറച്ച് ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാൾ യഥാർത്ഥത്തിൽ BJPയുടെ ചില ആൾക്കാരുടെ അജണ്ടകൾ ഇയാൾ നടപ്പാക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതൊന്നും BJPയുടെ ധർമ്മശാസ്ത്രം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതല്ല. BJPയുടെ സഹായം കിട്ടണം ഇയാൾക്ക്. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇയാളുടെ കഴുത്തിൽ കുരുക്ക് വീഴാതിരിക്കാൻ. അതുപോലെ CPMൻ്റെ അകത്തു നിന്നും ഇയാൾക്ക് സഹായങ്ങൾ പലതും വേണം. ഇല്ലെങ്കിൽ 127ഓളം കേസുകൾ, ക്രിമിനൽ കേസുകളിൽ 24ഓളം ഇത് ചാർജ് ഷീറ്റ് പൂർത്തിയായതാണ്. അത് സബ്മിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ പിണറായിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും സഹായം വേണം. അതുകൊണ്ട് LDFൻ്റെ കൂടെ നിൽപ്പുണ്ട്. മോനെ പിടിച്ച് NDAയുടെ ഭാഗമായിട്ട് ഈ പ്രകാശ് ജാവ്ദേക്കർ വീട്ടിൽ വന്നതിന് ശേഷമാണ് മൊത്തത്തിലൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. സ്വാഭാവികമായിട്ട് ഈ ഒരു സാധനത്തെ
ഇയാളുടെ പൊളിറ്റിക്കൽ, അതായത് ഇയാൾക്ക് താല്പര്യമുള്ളത് ഏതിനോടാണ്? ഇപ്പം CPMകാർക്ക് പറ്റിയിരിക്കുന്ന ഒരു അമളി അല്ലെങ്കിൽ അബദ്ധം എന്ന് പറയുന്നത്, CPM ഇയാളെ വിശ്വസിച്ചു, CPMൻ്റെ ഭാഗത്ത് ഇയാൾ നിൽക്കുമെന്ന് ധരിച്ചിരുന്നു. പക്ഷേ ഇയാൾ CPMൻ്റെ ആളല്ല എന്നുള്ളത് വ്യക്തമാകുന്ന തെളിവാണ് പ്രകാശ് ജിയുടെ വരവടക്കം എല്ലാം. അത് എന്തോ ആയിക്കോട്ടെ, അത് രാഷ്ട്രീയമാണ്, അതിനെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഇയാൾക്ക് ഒരു തിക്സും ഇല്ല. ഇയാളെ BJP നമ്പാൻ പാടില്ല, ഇയാളെ CPM നമ്പാൻ പാടില്ല. ഇയാളെന്ന് പറയുന്നത് എത്ര ആൾക്കാരുടെ, നിരപരാധികളുടെ, ശത്രുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തീവ്രവാദികളോ ബുദ്ധിമുട്ടുണ്ട്, രാജ്യത്തിനും സമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ ഓക്കെ, അവരെ കൊന്നാലോ അവർ നശിച്ചാലോ ഒന്നും നമുക്ക് വിഷമം വരില്ല. ഇത് ഇയാളുടെ കൂടെ വിശ്വസിച്ച് നിന്ന മഹേഷിനടക്കമുള്ള എത്ര ആൾക്കാരുടെ ജീവനാണ് ഇയാൾ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ അവരെ ഇട്ടുകൊടുത്ത് ഇയാൾ കഴിച്ചിലായി നിൽക്കുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ ഗുരുദേവൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ ചിത്രത്തിൻ്റെ താഴെ ഇരുന്ന് അദ്ദേഹം മതം മാത്രമാണ് പറയുന്നത്. ജാതി പറഞ്ഞ ഇയാൾ ആരെ സഹായിക്കുള്ളൂ, ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ ചിത്രത്തിൻ്റെ ചോട്ടിരുന്ന് തന്നെ ജാതി ചോദിച്ചാണ് ഇയാൾ ഡീൽ നടത്തുന്നത്. അപ്പോൾ ഇയാൾ ആക്ച്വലി ഒരു മാൻഡ്രേക്കാണ്. ഇയാളെപ്പോലുള്ള ഒരു വ്യക്തി ഈ സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നത്? ഇയാൾ കുറേ മുസ്ലിങ്ങളെ തെറി വിളിക്കുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ കുറച്ച് മുസ്ലിമിനെ തെറി വിളിച്ചാൽ കുറച്ച് കൈയടി കിട്ടും, ഹിന്ദുവിനെ തെറി വിളിച്ചാലും കുറച്ച് കൈയടി കിട്ടും. ആ കൈയടിക്കാൻ വരുന്ന കുറച്ച് പേരുടെ സപ്പോർട്ട് മാത്രമാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നത്. അതെങ്കിലും ഇയാൾക്ക് വേണോ, ഇല്ലെങ്കിൽ ഇയാൾക്ക് എക്സിസ്റ്റൻസ് ഇല്ല. 35 ലക്ഷത്തിൽ വരുന്ന ഈഴവർ ഇയാളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, അവരിയാളെ അടുപ്പിക്കില്ല. എന്നാൽ 10,000 ചിലമ്പാനം വരുന്ന ആൾക്കാരാണ് ഇയാളെ സപ്പോർട്ട് തേടുന്നത്. ഇയാൾ വഴി അവർക്കൊരു സഹായമുള്ളതുകൊണ്ട്. ഇത് കണ്ടിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷവും BJPയും ഇയാളെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പോലും ഇയാളെ ഉപേക്ഷിച്ചു. VD സതീശനൊക്കെ വളരെ ഇൻ്റലിജൻ്റായിട്ട് പ്രതികരിച്ചു. ഇയാളെ പിടിച്ച് അവരുടെ വെള്ളത്തിൽ കയറി ആ വെള്ളം മുങ്ങും. ഇപ്പം തന്നെ CPMും BJPയും സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഇയാളുടെ ഏരിയയിൽ ജയിച്ചോ? ഇയാൾ ഒരു കോക്കനട്ട് പോലും അല്ല എന്നുള്ളത് കേരള സമൂഹത്തിൽ സാധാരണ ആൾക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുന്നില്ല. ജാവേദ്കർ അവിടെ അല്ലേ, പ്രകാശ് അദ്ദേഹം അവിടെ പോയത് പിണറായി വിജയൻ ഇദ്ദേഹത്തെ വണ്ടി കയറ്റിക്കൊണ്ട് പോയത് കൊണ്ട് അയാൾ അവിടെ വീട്ടിൽ പോയാൽ എന്താ ഇപ്പോൾ തെറ്റ്? രണ്ടുപേരും മത്സരിക്കുകയാണ് ഈ മാൻഡ്രേക്കിന് വേണ്ടിയിട്ട്. രണ്ടുപേരും നശിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മത്സരിക്കുന്നത്. CPMും അതെ, BJPയും അതെ. BJPയുടെ ഐഡിയോളജി കറക്റ്റായിട്ട് കൊണ്ടുവരാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടിയിരുന്നത്. നമ്മളൊക്കെ ഒരു കാലത്ത് ഞാനൊക്കെ ശ്രമിച്ചതും അതാണ് കേരളത്തിൽ. പക്ഷേ BJPയെ വിറ്റ് നശിപ്പിച്ചും കുഴിയിലാക്കിയും കൊണ്ടുപോകുന്ന കുറച്ച് താപ്പാനങ്ങൾ അതിനകത്ത് കയറിപ്പോയി. എന്ത് ചെയ്യാൻ വേണ്ടി ഞാൻ പൊളിറ്റിക്സ് ഇപ്പോൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ഈ ഒരു കഴിഞ്ഞ 2-3 വർഷക്കാലയളവിൽ ഭദ്രാനന്ദയുടെ വളർച്ച ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്നു. കർണാടക, മഹാരാഷ്ട്ര അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ കേഡറുകൾ ഇങ്ങനെ പന്തലിക്കുന്നു. അവിടെ നിന്നൊരു പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു നമ്മുടെ സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ആൾക്കാർ വലിയ ഭീഷണിയാണ്. ചില തീവ്രവാദ ശക്തികളുടെ കരങ്ങളിൽ അമർന്നു പോകാതിരിക്കാൻ ഭാരതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സനാതനികളായിട്ടുള്ള വളരെ ധർമ്മപുത്രന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും അവരൊക്കെ മുന്നോട്ട് വരികയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ആ ഒരു സംസ്കാരത്തെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ ഇത്രയും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഉത്തരവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി കഴിഞ്ഞാൽ UPയിലെ യോഗി, കേരളത്തിലെ ഭദ്രാനന്ദ സ്വാമി, അത്തരമൊരു സ്ട്രാറ്റജിയിലേക്ക് പൊളിറ്റിക്കൽ നെക്സസ് കരുതി വച്ചിരിക്കുന്ന ഒരു ആയുധമാണ് ഭദ്രാനന്ദ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ വാസ്തവമുണ്ടോ? അങ്ങനെ പറയാൻ എനിക്ക് അതൊക്കെ ഞാനല്ലല്ലോ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമുള്ള ആളല്ല, ഞാൻ പൊളിറ്റിക്സ് വരാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഈ വാക്ക് ഒരുപാട് സീരിയസ് ആയിട്ട് തന്നെ പലവരും യോഗിക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യാതെ ബാംഗ്ലൂരിലേക്ക് മാറിപ്പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ കർണാടക UP ഒരു ബെൽറ്റ്? അവിടെ എന്താണ് ആത്മീയത പ്ലസ് പൊളിറ്റിക്കൽ പെൻട്രേഷൻ ആണോ, ബിസിനസിൻ്റെ ബ്ലെൻഡ് ആണോ? അവിടെ നിന്ന് കേരളത്തെ നിയന്ത്രിക്കുന്ന ഒരു നെക്സസ് ആയിട്ട് ഭദ്രാനന്ദ വളർന്നുവെന്ന് ദേശീയ ആർട്ടിക്കിളുകളൊക്കെ കണ്ടിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ
മീഡിയ റിപ്പോർട്ടും മീഡിയാസിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് എപ്പോഴും അവരവരുടേതായ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അവരുടേതായ ഭാവനകളിൽ അവർ പലതും പറയും. അത് ചിലത് ശരിയാവാം, ചിലത് തെറ്റാവാം. പക്ഷേ ഇവിടെ ബിസിനസ് എന്ന് പറയുന്നത്, ബിസിനസ് നമ്മുടെ നാട്ടിൽ ബിസിനസ് വേണം. കാരണം ഹിന്ദുക്കൾ നല്ല രീതിയിൽ ബിസിനസ്സിലേക്ക് ശക്തരാവണം. ഹിന്ദുക്കൾക്ക് ബിസിനസ് ഇല്ലെങ്കിൽ അവർ ജീവിക്കില്ല. ഇത് ഹിന്ദുക്കളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബിസിനസ്, അവരുടെ ഉപജീവനം, അവരുടെ മാന്യത, അവർക്ക് വ്യക്തമായി പൈസ ഉണ്ടാവണം. അല്ലെങ്കിൽ അവരടിമയായിത്തീരും. അങ്ങനെ അടിമയായി കഴിഞ്ഞാൽ പല രീതിയിലുള്ള വിപത്തുകൾ രാജ്യത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ ശക്തരായി തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കണമെന്നുള്ളത് നമ്മുടെയൊക്കെ തീരുമാനമാണ്. അതും നമ്മുടെ ഒരു ധർമ്മത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പൊളിറ്റിക്സ് ഇവിടെ മത പൊളിറ്റിക്സാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ ഒരു താലിബാൻ ആവാൻ പാടുണ്ടോ? താലിബാനും ഇവിടെ ഇതൊരു അഫ്ഗാനിസ്ഥാൻ ആവണമോ? അല്ലെങ്കിൽ ഇത് നാളെ ഒരു പാകിസ്ഥാൻ ആവണോ? അല്ല, ഇതിനപ്പുറം അവിടെ നിന്നുകൊണ്ട് കേരളത്തിലെ നിയന്ത്രിക്കുന്ന, കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ മരട് അനീഷ്, തമ്മനം ഫൈസൽ, തമ്മനം ഷാജി, അങ്ങനെ കുറേ പേരുകൾ കേട്ടിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് ഇത്തരത്തിൽ, അല്ലെങ്കിൽ UP നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിനെ, മാഫിയ ഗ്രൂപ്പിനെ ഭദ്രാനന്ദ നിയന്ത്രിക്കണു എന്ന് പറഞ്ഞാൽ എനിക്ക് അവർക്ക് അവരുടേതായ രീതിയിൽ, ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മീഡിയയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഇതിൽ കുറച്ച് പേരെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്, വിസിബിലിറ്റി ഉണ്ട്. ഇവരൊക്കെ എനിക്കിവിടെ ഇപ്പം നിങ്ങൾ പരാമർശിച്ച പേരിലുള്ള പല ആൾക്കാരിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട്. എനിക്ക് എൻ്റെ അനിയന്മാരുടെ പ്രായമുള്ള പിള്ളേരുണ്ട്. പല ആൾക്കാരെയും അത് ഒരു ഗുണ്ട എന്നുള്ള രീതിയിലൊന്നും ആരും എന്നോട് അപ്രോച്ച് ചെയ്യാറില്ല. ഗുണ്ടയല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് എ ഗുണ്ട, ഇറ്റ്സ് അതിന് മുകൾ തട്ടിലായ ഒരു ഗ്യാങ്സ്റ്റർ, ഒരു മാഫിയ. ഗുണ്ട എന്ന് പറയുന്നത് കേരള പെർസ്പെക്റ്റീവ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇറ്റ്സ് എ കർണാടക, UP, ഗുജറാത്ത്, മുംബൈ ഓറിയൻറ്റഡ് ഒരു പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമായിരിക്കുന്ന ഗ്യാങ്സ്റ്ററിൻ്റെ ഒരു ലീഡിങ് കൊളീഗായി നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. Actually, this is not all about the gangster or anything else. We are associated with too many things, right? നമുക്ക് ഈ ഒരു ശരീരത്തിൽ പല ഇതുമുണ്ട്. സ്കിന്നുണ്ട്, ബോണുണ്ട്, സെൽസ് ഉണ്ട്, ഓർഗൻസ് ഉണ്ട്. അതുപോലെ ഓരോന്നും ഓരോ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതാണ്. ഇപ്പം സമൂഹത്തിൽ ചിലത് പൊളിറ്റിക്കലി ഇൻട്രാക്ട് ചെയ്യേണ്ട കേസ് വരുന്ന സമയത്ത് ഒരു പോലീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു? പോലീസിന് ഗുണ്ടകളെയൊക്കെ അറിയാം, പോലീസിന് മാഫിയ അറിയാം, പോലീസിന് പൊളിറ്റീഷ്യനെ അറിയാം. പൊളിറ്റീഷ്യൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ഭാഷയിൽ അവരോട് സംസാരിക്കണം, ഗുണ്ടയുടെ അടുത്ത് സംസാരിക്കേണ്ട ഭാഷയിൽ ഗുണ്ടയുടെ അടുത്ത് സംസാരിക്കണം. അതുപോലെ ജനങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ട ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കണം. ഞാനൊരു കാക്കി ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ കാവി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് കൺട്രോളിങ്. ഞാൻ കൺട്രോൾ ചെയ്യുന്നത് കാര്യമല്ല പറയുന്നത്, എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഭദ്രാനന്ദ അടക്കമുള്ള ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ നെക്സസ് ആണ് തീരുമാനിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൽ വാസ്തവമുണ്ടോ എന്നാണ് ചോദ്യം. കഴിവുള്ള പലവരും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ചിലയിടത്ത് ധർമ്മം സ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനിങ്ങനെ ഇൻവോൾവ് ആണ്. ഞാൻ ഇതിൽ എവിടെയെങ്കിലും റിപ്പോർട്ടുണ്ടോ ഞാൻ എങ്ങനെയൊക്കെ ഇൻവോൾവ് ആണ്? അല്ല, അതിലൊരു കാര്യം പറയാം. വൈ യു ആർ പുള്ളിങ് മൈ നെയിം ഇൻ ടു ദിസ്? എനിക്ക് ആരുമായിട്ടും ഒന്നും കോർത്തിണക്കാൻ പറ്റുന്ന കുറച്ച് ഇൻസിഡൻസ് പറയാം. ഈ മെയ് 17 ബന്ധപ്പെട്ട് ഒരു കോൺസ്പിറസി തിയറി അല്ല, അതിനകത്ത് വിജിലൻ്റ് ആയിട്ട് വിസിബിളായി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹാസ്യ സാമ്രാട്ടായിരുന്ന ജഗദീഷ് ശ്രീകുമാറിൻ്റെ വാഹനാപകടം, ഭീമാപ്പള്ളിയിലുണ്ടായ അവിടുത്തെ ഒരു കമ്മ്യൂണൽ റൈറ്റ്, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മരണങ്ങൾ, അത്തരത്തിൽ ഭദ്രാനന്ദയുമായി കോർത്തിണക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ അവിടെ നിന്നാണ് പിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഒരു ഹിന്ദുത്വവാദി എന്ന നിലയിൽ, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പ്രൊക്ലെയിംഡ് ആവുന്നു. അതിനുശേഷം വലിയ ഗ്യാപ്പ് എടുക്കുന്നു. അതിനുശേഷം ഒരു നെക്സസായി വളർന്നുകൊണ്ട് കേരളത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളല്ല. ഇറ്റ്സ് ഹാവ് സം സോഴ്സസ്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നത്തിങ് ടു സേ എന്നാണോ? ആവശ്യമില്ലാത്ത കഴിവതും മറുപടികൾ ഒഴിവാക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും,
ചിലപ്പോൾ ഉണ്ടാവും, ഈ May 17 ബന്ധപ്പെട്ടതിൽ ചിലപ്പോൾ ഉണ്ടാവും. അത് കാക്ക ഇണചേരുന്നത് ആരും കണ്ടിട്ടില്ലല്ലേ. പക്ഷെ കുട്ടികളുണ്ടാവും. അതിന് വേറൊരു ഇമോഷണൽ തലം കൂടെ പറയാം. അതായത് സ്വാമി ഭദ്രാനന്ദയുടെ ജീവിതത്തിൽ വന്ന കുറച്ച് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അമ്മയുമായി കേൾക്കാൻ പാടില്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ വെച്ച് ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ അത് കേൾക്കാൻ പാടില്ലതല്ല. എൻ്റെ പെറ്റമ്മേനെ എൻ്റെ വെപ്പാട്ടിയാണെന്ന് പറഞ്ഞ് എൻ്റെ വീട് ആക്രമിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ അത്രയും സന്തോഷ് മാധവൻ്റെ പേര് പറഞ്ഞ് ആക്രമിച്ചു. 10-20,000 കോടി രൂപ കൈപ്പറ്റിയിട്ട് ഈ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു വലിയ ആൻറ്റി നാഷണൽ ഗ്രൂപ്പ് വർക്ക് ചെയ്തു. അതിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ അത് May 17 പോലീസ് സ്റ്റേഷനിലെ ആ വെടിവെപ്പോടുകൂടി അത് അവസാനിച്ചു. 6 പേരുടെ മരണം അത് അടുത്ത വർഷം. കാരണം അന്ന് CIനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കുറ്റം പറഞ്ഞ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചു. എന്നെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു. എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ഇവർ ഹിന്ദുക്കൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ സംസാരിച്ചു എന്നുള്ള ഒറ്റ റീസണിൻ്റെ പേരിൽ എന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഹിന്ദുക്കൾ നാളെ ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം, എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം. ആ May 17 ഈ ദിവസം എഴുതി വെച്ചോളാം ഞാൻ പറഞ്ഞു. അത് ശരി തന്നെയാണ്. അത് DSP എബ്രാഹിം തന്നെ അത് DCRBയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതിയിൽ വെച്ച് തന്നെ അദ്ദേഹം അവിടെ കിടന്ന് നിലവിളിച്ചത് എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് എനിക്കതിനൊന്നും ഡിനൈ ചെയ്യാൻ പറ്റില്ല. സെഷൻസ് കോടതിയിൽ വെച്ചിട്ടും അദ്ദേഹം പലതും പറഞ്ഞിട്ടുള്ളതാണല്ലോ. May 17 ഞാൻ പറഞ്ഞു ഈ ദിവസം എഴുതി വെച്ചോളൂ May 17. നിങ്ങൾ എന്തിനാ എനിക്ക് കള്ളക്കേസ് തന്നത്? സർക്കാരിൻ്റെ പ്രഷറാണ്. സുധാകരനെ തല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മന്ത്രിയെ തല്ലുമെന്ന് പറഞ്ഞാൽ സർക്കാർ വെറുതെ ഇരിക്കും. ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകൾ അടിവസ്ത്രം ധരിക്കാത്ത പൂജാരിമാരിങ്ങനെ മണി ആട്ടിയാട്ടി പൂജ ചെയ്യുന്ന കാണാനാണ് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകാമെന്നൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുമ്പോൾ അയാളെ തല്ലുമെന്ന് പറയുന്നതിൽ എന്താ തെറ്റെന്ന് ഞാൻ ചോദിച്ചു. ഞാനത് പറഞ്ഞു, ശരി തന്നെയാണ്. അപ്പോൾ DCRBയിലെ എബ്രാഹിം അദ്ദേഹം പറഞ്ഞത്, DSP പറഞ്ഞത്, അങ്ങനെ ഒരു മന്ത്രിയെ തല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വെറുതെ ഇരിക്കും. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ സർക്കാർ എന്താ എന്നെ പിടിച്ച് മൂക്കി കേട്ടു? ഞാൻ എന്തിനാ ഇടതുപക്ഷ സർക്കാരിനെ പേടിക്കേണ്ട ആവശ്യം? ഞാൻ ജനിച്ചതൊരു ഭാരതീയനായിട്ടാണ്. ഞാൻ വളർന്നത് ധർമ്മത്തിൻ്റെ പാതയിലൂടെയാണ്. ആ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ സന്തോഷ് മാധവൻ്റെ പേരിൽ ഇതെല്ലാം തല്ലി തകർക്കുന്ന ഈ സമയത്ത് എനിക്കങ്ങനെ റിറ്റാലിയേറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ റിറ്റാലിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ CIനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് 307 എനിക്ക് തരുന്നു. മാധ്യമ പ്രവർത്തകർ നേരെ വെടിവെച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത കേസ്. ഒപ്പം തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ് വേറൊരു ഫാബ്രിക്കേറ്റഡ് കേസ്. എന്നെ വെറും കോമാളിയാക്കി, ക്രിമിനലും ആക്കി, ഭീകരനുമാക്കി, എല്ലാം ആക്കി ഇവിടെ പല രീതിയിലേക്ക് മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വെച്ചു അല്ലേ. ഫൈനലി അതെല്ലാം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി 31ാമത്തെ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞാൻ ഇയാളുടെ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഒരു ഇതെനിക്ക് തന്നത്. അപ്പോഴാണ് ഈ സർക്കാരിൻ്റെ പ്രഷറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ May 17 എഴുതി വെച്ചോളൂ പേപ്പറിൽ. ഞങ്ങൾ എനിക്ക് തന്ന 307 + 309 നിങ്ങളുടെ സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് ശരി തന്നെയാണ്. നെക്സ്റ്റ് May 17 ഇറ്റ് ഹാപ്പൻ റൈറ്റ്. ഭീമാപ്പള്ളിയിൽ പോലീസ് തോക്ക് തന്നെ എടുത്ത് വെടിവെച്ചു. അതാണ് താങ്കൾ പറയുന്നത്. അതെ. നിങ്ങളിപ്പോൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും ശരിയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, അത് എങ്ങനെ സംഭവിച്ചു? സർക്കാർ ഉത്തരവ്. അതൊരു കേവലം പ്രഡിക്ഷൻ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ തയ്യാറാവണ്ട. ഞാൻ നിങ്ങളടുത്ത് തയ്യാറാവാൻ പറഞ്ഞോ? അതിൽ ഡയറക്റ്റായിട്ടൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നതാണ് ഒരു മാധ്യമം. എനിക്കറിയത്തില്ല അതെന്താ സംഭവിച്ചതെന്ന്. May 17 അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ശരിയാണ്. ഭീമാപ്പള്ളി വെടിവെപ്പ് ഉണ്ടായി, 6 പേര് മരിച്ചു, 27 പേർക്ക് കണ്ടോ ഗുരുതരമായ പരിക്കും വന്നു, 52 പേർക്ക് ഇതുണ്ടാവുന്നു, പരിക്കേൽക്കുന്നു. ശരിയാണ്, അത് തോക്ക് തന്നെയാണ് കാരണം, അതും ശരി തന്നെ. വാട്ട് ഹാപ്പൻ ടു ജഗദീഷ് ശ്രീകുമാർ? അദ്ദേഹം ഇതിലേക്ക് എങ്ങനെ വന്നു? ആക്ച്വലി he is the one who portrayed me as a wrong figure in the society. അയാൾക്ക് എപ്പോഴും ഈ ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഒരു ശീലമുണ്ട്, ഹിന്ദുക്കളായിട്ടുള്ളവരുടെ ആചാരങ്ങളെ അപമാനിക്കുന്ന ഒരു ശീലമുണ്ട്. അയാൾ എന്തുമാത്രം രീതിയിലാണ് അയാൾ ഇതൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയത്. അയാളെ പോലുള്ള കുറേ ആൾക്കാർ കഥകളിലൂടെയാണ് ചരിത്രം മാറുന്നത്. ഹിന്ദുക്കൾ കോമാളികളാണോ? ഹിന്ദു ആചാരങ്ങൾ അത്രയും മോശപ്പെട്ടതാണോ? എത്രയോ സിനിമകളിൽ ഹൈന്ദവ സംസ്കാരത്തെ അപമാനിക്കുന്ന വിധത്തിൽ ഇത് ചെയ്തു. അതുപോലെ തന്നെ ആ വിതുരയിൽ ആ കുട്ടിയുടെയൊക്കെ വേദന അനുഭവിച്ചത് അറിയാമല്ലോ. ഇയാളുടെ സ്വാധീനവും ഇയാളുടെ പവറും ഇയാളുടെ ഹുങ്കും ഒക്കെ എത്ര വലുതാണ്.
ഇയാൾക്ക് ആരോടും എന്തും കാണിക്കാൻ പറയും. ജഗതി സിനിമയിലാണ് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളത്. അയാൾ ജീവിതത്തിൽ ഒരുപാട് പേരെ അയാൾ കരയിപ്പിച്ചിട്ടുണ്ട്. അയാൾ കാരണം ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ സന്യാസികളെയും ഹിന്ദുക്കളെയും ഇങ്ങനെ അപമാനിക്കുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ, തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു കടലാസ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കടലാസ് എഴുതി കൊടുക്കുന്നതല്ല നമ്മുടെ രീതി. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മകൻ്റെ അച്ഛൻ സിനിമയിൽ അതുപോലെ എൻ്റെ പേരിട്ടിട്ട് ഹിമവൽ എന്നുള്ള പേരും ഇട്ട്, സന്തോഷ് മാധവൻ്റെ ചൈതന്യ എന്നുള്ള പേര് എൻ്റെ ഇതും കൂടെ ഇട്ടിട്ട്, അവന്മാർ കാണിച്ച വൃത്തികേടെല്ലാം ഞാൻ കാണിക്കുന്ന പോലെ ആയിട്ട് അവസാനം പോലീസ് പിടിക്കുമ്പോൾ തോക്ക് കൊടുക്കുകയാണ്. ഈ നാട്ടുകാർക്ക് വല്ല ഇത് പരിഹസിക്കാൻ വേറെ വല്ലതും വേണോ? അവരുടെ മുന്നിൽ ഞാൻ അങ്ങനെ ഒരു ഫിഗറായിട്ട് കൊണ്ട് കഴിഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത്? താൻ തൻ്റെ പണിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ പണി താൻ താങ്ങില്ല എന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്, ഞാനത് പറഞ്ഞു. അല്ല, ഈ സംഭവങ്ങളെല്ലാം യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. താങ്കളുടെ ഒരു ഡയറക്റ്റ് പങ്ക് അതിലുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഞാനിപ്പോൾ എന്നെ അടിക്കുന്നതിനെ ഞാൻ തിരിച്ചടിച്ചു, എൻ്റെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നത് ഞാൻ തിരിച്ചടിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്താ ഇപ്പോൾ പ്രശ്നം? അപ്പോൾ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള സംഭവങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എന്നെ ഉപദ്രവിച്ചത് വിടൂ. എൻ്റെ സംസ്കാരത്തെ, ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തെ പോലും അയാൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ May 17 ഉണ്ടായ തോക്ക് വിഷയവും എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നത്തെ വളച്ചൊടിച്ചാണ് അയാൾ അത് ചെയ്തത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ NH-17 തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം പിന്നെ മലയാള സിനിമകളിൽ ഈ ഹിന്ദുക്കളായിട്ട് ചൊറിയുന്ന, നമ്മുടെ സംസ്കാരത്തെ ആക്ഷേപിക്കുന്ന ആ ഒരു ട്രെൻഡ് അങ്ങ് കുറഞ്ഞില്ലേ, മാറിയില്ലേ? ഇപ്പം ഇല്ലല്ലോ. ഉണ്ടോ? എന്താ നടന്മാർക്ക് പുതിയ സ്ക്രിപ്റ്റ് ഒന്നും വരാത്തെ? വരരുത്.